ജന്മനാ തന്നെ വന്ധ്യത കാണിക്കുന്ന ജാതകങ്ങൾ ഈ ചൊവ്വയും ബുധനെയും കൊണ്ട് വന്ധ്യത കാണിക്കും. ശനിയും ബുധനും നപുംസകഗ്രഹമായിട്ടാണ് പറയുന്നത്. 5-ാം ഭാവം കൊണ്ടാണ് സന്താനങ്ങളെ പറയുന്നത്. ഈ 5-ാം ഭാവത്തിൽ ഈ ബുധൻ നിൽക്കുക, ശനി നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൗണ്ടിൻ്റെ തകരാറ്, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവില്ല. അത് ദൃഢബലം എന്നും അദൃഢബലം എന്നും ദൃഢാദൃഢബലം എന്നും പറയും. 3 തരത്തിലാണ് ഒരു ജാതകത്തിൽ ഒരു പ്രശ്നം നോക്കിയാലും ഫലങ്ങൾ പറയുക. വിജയ മാഡം, ഇന്നത്തെ കാലത്ത് വന്ധ്യത ഒരു വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അത് സർവ്വസാധാരണമായി. പണ്ടൊക്കെ 1-2 ആളുകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഈ പ്രശ്നം ഇപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ജാതകത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു കുഴപ്പം സംഭവിക്കുമോ? ജാതകത്തിലുള്ള പ്രശ്നം കൊണ്ട് കുഴപ്പം സംഭവിക്കും. അതിലധികം ഇന്നത്തെ ജങ്ക് ഫുഡാണ്, നമ്മുടെ ഭക്ഷണ രീതിയാണ് വന്ധ്യത വരുത്തുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. പിന്നെ വാഹനം ഓടിക്കുന്നത്. കാരണം വാഹനം ഓടിക്കുന്നതിൽ നിന്ന് പണ്ടൊന്നും വാഹനം ഇല്ലായിരുന്നു, വാഹനം വളരെ കുറവായിരുന്നു. നമ്മൾ നടന്നും അല്ലെങ്കിൽ ബസ്സിൽ ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ശരീരം ചൂടാകുന്നില്ല. ഇപ്പോൾ നമ്മളങ്ങനെയല്ല. നമ്മൾ വാഹനത്തിനകത്തിരുന്ന് വാഹനം ഓടിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പുരുഷന്മാർ ബൈക്ക് ഓടിക്കുന്നവരാണ്. കാർ ഓടിക്കുന്നേക്കാളും കൂടുതൽ പുരുഷന്മാർ ബൈക്ക് ഓടിക്കുന്നവരാണ്, സ്കൂട്ടർ ഓടിക്കുന്നവരാണ്. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരം വല്ലാത്ത ചൂടാകും ഈ വാഹനം ഓടിക്കുമ്പോൾ. മാത്രമല്ല അവരുടെ ആ ഇരിപ്പും അവരുടെ ജനനേന്ദ്രിയത്തിന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലാണ് അവരുടെ യാത്രയും അവരുടെ എല്ലാം സംഭവിക്കുന്നത്. പിന്നെ ഫുഡ് നമ്മൾ കണ്ണിൽ നമുക്ക് എന്താണോ നാവിന് രുചി അതാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത്. പണ്ടത്തെ മാതിരി ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണമല്ല. കപ്പയും പയറും കഞ്ഞിയും ചക്കപ്പുഴുക്കും അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നപ്പോൾ നമുക്ക് നല്ല ആരോഗ്യം നിലനിർത്താൻ സാധിച്ചിരുന്നു. ഇന്ന് നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡ് നമ്മുടെ ആരോഗ്യത്തിന് തീരെ മോശമാണ്. ജങ്ക് ഫുഡ് കഴിച്ച് മരണം വരെ സംഭവിക്കുന്നുണ്ട്. എൻ്റെ ഒരു ബന്ധു അങ്ങനെ മരിച്ചിട്ടുണ്ട്. നിത്യം ജങ്ക് ഫുഡ് കഴിച്ചിട്ട് മരിച്ചുപോയൊരു വ്യക്തിയുണ്ട്. എന്ന് പറഞ്ഞ മാതിരി അവരോടത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അവർക്ക് നാവിൻ്റെ രുചി മാത്രമാണ്. പിന്നെ ജോലി എടുക്കാൻ വയ്യ. ഇന്ന് 2 പേരും ജോലി ചെയ്യുന്നവരായിരിക്കും. ഒരു കുടുംബത്തിലെ 2 പേര്, ഒരു കുട്ടിയും കൂടെ കാണും. 3 പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും 2 മക്കളും ഉണ്ടെങ്കിൽ അവർക്ക് ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോൾ അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ വയ്യ. അപ്പം അവർ വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. അജിനോമോട്ടോ അതുപോലെയുള്ള രുചി കയറ്റുന്ന കുറേ സാധനങ്ങളെല്ലാം വെച്ചിട്ടാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഇന്നത്തെ വന്ധ്യതയുടെ പ്രധാന കാരണം ഫുഡ് ഐറ്റംസ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ജാതകത്തിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന്. ജാതകത്തിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. ജന്മനാ തന്നെ വന്ധ്യത കാണിക്കുന്ന ജാതകങ്ങൾ ഈ ചൊവ്വയും ബുധനെയും കൊണ്ട് വന്ധ്യത കാണിക്കും. ശനിയും ബുധനും നപുംസകഗ്രഹമായിട്ടാണ് പറയുന്നത്. അപ്പം 5-ാം ഭാവം കൊണ്ടാണ് സന്താനങ്ങളെ പറയുന്നത്. ഈ 5-ാം ഭാവത്തിൽ ഈ ബുധൻ നിൽക്കുക, ശനി നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൗണ്ടിൻ്റെ തകരാറ്. വന്ധ്യത എന്ന് പറയുമ്പം കൗണ്ട് കുറയുക എന്നുള്ളതാണല്ലോ പുരുഷന്മാരെ സംബന്ധിച്ച് സംഭവിക്കുന്നത്. കൗണ്ടിൻ്റെ തകരാറ്, കൗണ്ട് കുറയുക. അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ട് ചികിത്സിക്കേണ്ടി വരും. ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഡോക്ടറെ കാണാൻ പോലും പോകാൻ തയ്യാറാവാത്ത ചെറുപ്പക്കാരാണ് ഇന്ന് അധികവും. അപ്പോൾ എനിക്ക് കുഴപ്പമുണ്ടെന്ന് സ്വയം തീരുമാനിക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരത് അറിയിക്കില്ല. എന്നിട്ട് പെൺകുട്ടിക്ക് ആണെങ്കിൽ ആർത്തവം, സ്ഥിരമായിട്ട് ആർത്തവം വരുന്നവർക്കാണ് ഗർഭം ഉണ്ടാവുക എന്നാണല്ലോ. പക്ഷേ ആ ആർത്തവത്തിനും മെൻസ്ട്രുവേഷൻ പീരിയഡിനും ഒരു പ്രത്യേകതയുണ്ട്. ചൊവ്വയും ചന്ദ്രനും ഉപജയരാശിയിൽ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആർത്തവം ഫലപ്രദമാവില്ല. അനുപജയരാശിയിൽ വന്നല്ല, അതായത് 3-ലും 6-ലും 10-ലും 11-ലും ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണെങ്കിൽ ആ സമയത്ത് സ്ത്രീ ഗർഭിണിയാവില്ല. ഏതൊരു പുരുഷൻ അങ്ങനെയുള്ള രാശിയിൽ നിൽക്കുകയാണെങ്കിൽ സംയോഗം ചെയ്തു കഴിഞ്ഞാൽ ഗർഭിണിയാവും. അപ്പം
അനുപജയ രാശികളിൽ ചന്ദ്രൻ ചൊവ്വ നിൽക്കുന്ന രാശിയിലാണെങ്കിലാണ് കുജേന്ദു ഹേതു പ്രതിമാസമാർത്തവം എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകം തന്നെയുണ്ട്. നിഷേകാധ്യായം വരാഹമിഹിരയുടെ ഹോരാശാസ്ത്രത്തിൽ 4ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം തന്നെ നിഷേകമാണ്. ഈ ആർത്തവത്തെ പറ്റിയും കുട്ടികളുണ്ടാകുന്നതിനെ പറ്റിയും സന്താനം ഏത് സമയത്താണ് ഗർഭിണിയാവുന്നതിനെ പറ്റിയും എന്നൊക്കെ പറയുന്നതാണ്. അതനുസരിച്ച് ആ സമയത്ത് സംയോഗം ചെയ്താൽ മാത്രമേ കുട്ടി ഉണ്ടാവുള്ളൂ. അല്ലാതെ എൻ്റെ മെൻസുറേഷൻ കറക്റ്റാണ് എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് കുട്ടി ഉണ്ടാവുന്നില്ല, ഞാൻ നല്ല ആരോഗ്യവാനാണ് എന്നിട്ട് എനിക്കെന്ത് കുട്ടികളുണ്ടാവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വേണ്ട സമയത്ത് വിശക്കുമ്പോൾ വേണ്ടേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ? വിശപ്പ് തോന്നിയിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് നമ്മൾ അറിയേയില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് അറിയില്ല. അപ്പം നമുക്ക് എപ്പോഴാണത് വേണ്ടത് ആ സമയത്ത് മാത്രം കഴിക്കുക. അപ്പം ഇതിനെല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ച് കറക്റ്റായിട്ട് ഇതെല്ലാം നോക്കി നടത്തുന്നത്. അത് ഡോക്ടർമാർക്കും അറിയാൻ പറ്റും. ഡോക്ടർമാർ പീരീഡ് നോക്കിയിട്ടാണ് പറയുന്നത്. പീരീഡ് ആയി കഴിഞ്ഞാൽ മെൻസ്ട്രുവേഷൻ വന്നു കഴിഞ്ഞാൽ 12ാം ദിവസം മുതൽ 16ാം ദിവസം വരെ, അതായത് 8ാം ദിവസം മുതൽ 16ാം ദിവസം വരെ എന്നും പറയുന്നു. 8ാം ദിവസം മുതൽ 16ാം ദിവസം വരെയുള്ള ആ ടൈമിലാണ് സ്ത്രീ ഗർഭിണിയാവാൻ ഏറ്റവും ചാൻസസ് ഉള്ള സമയം. ആ ചാൻസസ് ഉള്ള സമയത്ത് ചിലപ്പോൾ ഭർത്താവ് ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും. പിന്നെ എങ്ങനെയാണ് ഭാര്യ ഗർഭിണിയാവുക? അത് ഏജ് കടന്നു പോകും. അല്ലെങ്കിൽ പറയും ഇപ്പം എനിക്ക് വേണ്ട, ഒന്ന് സെറ്റിലാവട്ടെ എന്നിട്ട് മതി. അപ്പോൾ ആ കുട്ടി ഉണ്ടാവണം എന്ന് ജാതകത്തിൽ കുട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തൊന്നും ഇവർക്ക് കുട്ടി വേണ്ട. കാരണം അന്നേരം അവർ സേഫ് പീരീഡ് നോക്കിക്കൊണ്ടിരിക്കും. എനിക്കിപ്പോൾ കുട്ടി വേണ്ട, 3 വർഷം കഴിയട്ടെ, 4 വർഷം കഴിയട്ടെ. നമ്മളൊക്കെ മക്കളെ ദേഷ്യപ്പെട്ടിട്ടാണ് അവർക്കൊരു കുട്ടി ഉണ്ടാവുന്നത്. കാരണം നിങ്ങൾക്ക് നാളെ കുട്ടി ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് പേടിപ്പിക്കുമ്പോഴാണ് ചിലർക്ക് കുട്ടികൾ. കാരണം അവർ ശ്രമിക്കുക പോലും ഇല്ല. എന്നിട്ട് ഞങ്ങൾ ഒരു 4-5 വർഷം ഞങ്ങളിങ്ങനെ ഹണിമൂൺ ആഘോഷിച്ച് നടന്നതിന് ശേഷം എനിക്ക് കുട്ടി ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. കുട്ടി ഉണ്ടാവില്ല. ജാതകത്തിൽ അത് മിക്കവാറും കാര്യങ്ങൾ എടുത്തു കാണിക്കും. പിന്നെ ജാതകം കൊണ്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കർമ്മഫലം കൊണ്ടായിരിക്കും. അതിനാണ് നമ്മൾ രാമായണം വായിക്കണമെന്നും കൃഷ്ണൻ പുത്രകാമേഷ്ടി നടത്തിയിട്ടാണ് ദശരഥന് കുട്ടിയുണ്ടായത്. പുരാണങ്ങളും അത് പറയുന്നുണ്ട്. ഈ രാമായണം, ഭാഗവതം, മഹാഭാരതം എല്ലാം നമുക്ക് ഒരുപാട് നന്മകൾ പറഞ്ഞു തരുന്നതാണ്. സന്താനം ഉണ്ടാവുക. ശാന്ത എന്ന് പറയുന്ന ഒരു മകളുണ്ടായിരുന്നു ദശരഥന്. പക്ഷെ രാജ്യം ഭരിക്കാനുള്ള ഒരു പുത്രൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പുത്രകാമേഷ്ടി നടത്തിയത്. പുത്രകാമേഷ്ടി വേണ്ട രൂപത്തിൽ നടത്തിയത് കൊണ്ട് എത്ര മക്കളുണ്ടായി? 4 മക്കളുണ്ടായില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തായാലും സംഭവിക്കുകയുള്ളൂ. ഇതിനൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവില്ലേ? പരിഹാരം ഉണ്ടാവും ഒരു പരിധി വരെ. എല്ലാത്തിനും പരിഹാരം ഉണ്ടാവില്ല. അത് ദൃഢബലം എന്നും അദൃഢബലം എന്നും ദൃഢാദൃഢബലം എന്നും പറയും. 3 തരത്തിലാണ് ഒരു ജാതകത്തിൽ ഒരു പ്രശ്നം നോക്കിയാലും ഫലങ്ങൾ പറയുക. ദൃഢബലമാണെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ല. സന്താനം ഉണ്ടാകുന്നതിനെ പറ്റിയാണെങ്കിലും ഒരു വീട് വയ്ക്കുന്നതിനെ പറ്റിയാണെങ്കിലും നമ്മുടെ ആരോഗ്യ പ്രശ്നത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിലും ആ ജാതകത്തിൽ ദൃഢബലമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും അതിന് ഒരു പരിഹാരവും ഇല്ല. അതേ സമയത്ത് ദൃഢാദൃഢമാണെങ്കിൽ നമ്മൾ പരിഹാരങ്ങൾ ചെയ്താൽ ഉണ്ടാവും. ആ ദൃഢമാണ്, അത്ര വലിയ സാരമുള്ള ഇതല്ലെങ്കിൽ ചെറിയ ചെറിയ പരിഹാരങ്ങൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, ഒന്ന് ക്ഷേത്ര ദർശനം കൊണ്ട് കൃത്യമായിട്ട് നമ്മൾ കുട്ടി വേണമെന്ന് ആഗ്രഹിച്ചാൽ ഒക്കെ ഉണ്ടാവും. ഈ 3 തരത്തിലാണ് എല്ലാത്തിനും ഫലം ഉണ്ടാവുന്നത്. അപ്പം പരിഹാരം കൊണ്ട് നമുക്കിത് ഇനി സംഭവിക്കാവുന്നതും പരിഹാരമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും പരിഹാരമില്ല. നന്ദി മാഡം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.